തൻ്റെ വൈഫിൻ്റെ സ്കാനിങ് സഹായിക്കാനായി റൂമിൽ കയറിയ ഒരു 61 വയസ്സുകാരൻ അതിശക്തമായി ഒരു മിസൈൽ എഫക്റ്റിന് മെഷീനിലേക്ക് വലിച്ചെടുക്കുകയും അടുത്ത ദിവസം തന്നെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം BBC, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ ലോക മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ന്യൂയോർക്കിലെ ഒരു MRI സ്കാനിങ് സെന്ററിൽ തൻ്റെ വൈഫിൻ്റെ സ്കാനിങ് സഹായിക്കാനായി റൂമിൽ കയറിയ ഒരു 61 വയസ്സുകാരനെ അതിശക്തമായി ഒരു മിസൈൽ എഫക്റ്റിന് മെഷീനിലേക്ക് വലിച്ചെടുക്കുകയും അടുത്ത ദിവസം തന്നെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ് ഒരു MRI മെഷീൻ ഇത്രയും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പണായി മാറുന്നത്? ഇതിന്റെ സയന്റിഫിക് സൈഡ് നമുക്കൊന്ന് പരിശോധിക്കാം. MRI മെഷീൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെവി ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ്. നമ്മുടെ ഭൂമിയുടെ കാന്തിക ശക്തിയേക്കാൾ 10,000 മടങ്ങ് ശക്തമാണ് ഇതിന്റെ മാഗ്നറ്റ്. ഈ ഒരു കേസിൽ അദ്ദേഹം ധരിച്ചിരുന്ന മെറ്റൽ ചെയിൻ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുകയും മെഷീൻ അത് വലിച്ചെടുക്കുകയും പിന്നീട് അതിന്റെ കോൺസിക്വൻസസ് കാരണം അയാൾ മരണപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ MRI മെഷീനിൽ സ്കാനിങ് ചെയ്യാൻ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ബോഡിക്ക് അകത്തും പുറത്തുമുള്ള മെറ്റാലിക് കണ്ടന്റ്സിനെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓർണമെന്റ്സോ, വാച്ചോ, താക്കോലോ, മൊബൈൽ ഫോണോ തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ പുറത്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഇംപ്ലാന്റുകൾ, അനൂറിസം ക്ലിപ്പുകൾ, പേസ് മേക്കറുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ MRI കോമ്പാക്റ്റബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ ചില ആളുകളിൽ പണ്ട് ചെയ്തിട്ടുള്ള ടാറ്റുകളിൽ അയൺ ഓക്സൈഡിന്റെ കണ്ടന്റ് ഉള്ളത് കാരണം ബ്ലിസ്റ്റേഴ്സും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ ഫാമിലിയുടെയും നമ്മളുടെയും പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ശരിയായ മുൻകരുതലുകൾ എടുത്താൽ MRI സ്കാനിങ് തികച്ചും സുരക്ഷിതവും റേഡിയേഷൻ ഇല്ലാത്തതും വേദനയില്ലാത്തതുമാണ്. നിങ്ങളുടെ അടുത്ത സ്കാനിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളൂ.